രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്രതീക്ഷിതമായ നിയമക്കുരുക്കിൽ അകപ്പെട്ട് അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച പ്രാഥമിക വിജ്ഞാപനം കേരള ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് സർക്കാരിന്റെ വലിയൊരു വികസന വാഗ്ദാനം പ്രതിസന്ധിയിലായത്. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളായി വ്യാപിച്ചു കിടക്കുന്ന 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കമാണ് ജസ്റ്റിസ് സി ജയചന്ദ്രൻ ഉൾപ്പെട്ട കോടതി ബെഞ്ച് തടഞ്ഞത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിമാനത്താവള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം വലിയൊരു പ്രചാരണ ആയുധമാക്കുമെന്ന ഇടതുമുന്നണിയുടെ മോഹങ്ങൾക്കാണ് ഇതോടെ കനത്ത പ്രഹരമേറ്റത്. ഒരു വലിയ വികസന പദ്ധതിയുടെ പേരിൽ നടന്ന തയ്യാറെടുപ്പുകളിൽ വന്ന പാളിച്ചകൾ കോടതി അക്കമിട്ട് നിരത്തിയതോടെ സർക്കാരിന്റെ വാദങ്ങൾ ദുർബലമാവുകയായിരുന്നു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാർ കാണിച്ച അമിത വേഗവും കൃത്യതയില്ലായ്മയുമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണമായത്. വലിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്ക് പോലും ഏകദേശം 1200 ഏക്കർ ഭൂമി മതിയെന്നിരിക്കെ എന്തിനാണ് ശബരിമല പദ്ധതിക്കായി 2570 ഏക്കർ എന്ന വലിയൊരു ഭൂവിസ്തൃതി ഏറ്റെടുക്കുന്നത് എന്നത് വ്യക്തമാക്കാൻ സർക്കാരിന് സാധിച്ചില്ലെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞു. ഭാവിയിലെ വികസനാവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്രയും ഭൂമി ശേഖരിക്കുന്നതെന്ന സർക്കാരിന്റെ വിശദീകരണം കോടതി പാടെ തള്ളി. വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്നോ അവയ്ക്ക് കൃത്യമായി എത്ര ഭൂമി ആവശ്യമാണെന്നോ വിശദീകരിക്കുന്ന ശാസ്ത്രീയമായ രേഖകളോ പഠനങ്ങളോ സമർപ്പിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ നിർണായക വിധി പുറത്തു വന്നിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കെ തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോയ സർക്കാരിന് ഈ കോടതി ഉത്തരവ് വലിയ തിരിച്ചടിയായി. ഭൂമിയുടെ അളവ് നിശ്ചയിക്കുന്നതിനായി നടത്തിയ സാമൂഹികാഘാത പഠന റിപ്പോർട്ടും തുടർന്നു വന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശകളും കോടതി ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഏതൊരു പൊതുപദ്ധതിയും അത്യാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി മാത്രമേ ഏറ്റെടുക്കാവൂ എന്ന നിബന്ധനയുണ്ട്. ഈ കുറഞ്ഞ അളവ് നിശ്ചയിക്കുന്നതിന് മുമ്പ് നടത്തിയ പഠനങ്ങളിൽ ശാസ്ത്രീയതയുടെ കുറവുണ്ടെന്നും കോടതി കണ്ടെത്തി. അതുകൊണ്ട് തന്നെ വിമാനത്താവള സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി പുതിയൊരു പഠനം നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. വിമാനത്താവളത്തിന്റെ റൺവേ, ടെർമിനൽ, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് എത്രമാത്രം സ്ഥലം ആവശ്യമാണെന്ന് വിദഗ്ധർ വേണം നിശ്ചയിക്കാൻ. സർക്കാരിന്റെ മുൻ തയ്യാറെടുപ്പുകൾ ഇത്തരം സാങ്കേതിക വിദഗ്ധരുടെ അഭാവം ഉണ്ടായിരുന്നുവെന്നത് വിരൽ ചൂണ്ടുന്നത് വലിയൊരു ഭരണപരമായ പാളിച്ചയിലേക്കാണ് ചൂണ്ടുന്നത്. രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ CPM-നും ഇടതുപക്ഷത്തിനും ഈ കോടതി വിധി വലിയൊരു ആഘാതമാണ് നൽകിയിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിമാനത്താവള പദ്ധതിയും നിയമക്കുരുക്കിൽ കുടുങ്ങുന്നത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വികസന മുരടിപ്പിന് അന്ത്യം കുറിക്കുമെന്നും ശബരിമല തീർത്ഥാടകർക്ക് വലിയ അനുഗ്രഹമാകുമെന്നും ഉയർത്തിക്കാട്ടി ഈ പദ്ധതിയെ വോട്ട് ബാങ്കായി മാറ്റാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. എന്നാൽ ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം പോലും നടക്കില്ലെന്ന് ഉറപ്പായതോടെ പ്രതിപക്ഷത്തിന് ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വലിയൊരു ഭൂമി ഏറ്റെടുക്കൽ നീക്കം നടത്തിയെന്ന ആരോപണം പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ സജീവമാക്കാനും സാധ്യതയുണ്ട്. കേരളത്തിലെ നിലവിലുള്ള മറ്റ് വിമാനത്താവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശബരിമല കേസ് സർക്കാർ ആവശ്യപ്പെട്ട ഭൂമി അമിതമാണെന്ന വാദം ജനങ്ങൾക്കിടയിലും ചർച്ചയാകുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കൊച്ചി വിമാനത്താവളത്തിന് 1300 ഏക്കറും ഏറ്റവും ഒടുവിൽ വന്ന കണ്ണൂർ വിമാനത്താവളത്തിന് 2300 ഏക്കറും മാത്രമാണുള്ളത്. തിരുവനന്തപുരത്തിന് 700 ഏക്കറും കോഴിക്കോടിന് വെറും 373 ഏക്കറും ഭൂമിയാണുള്ളത്. ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ വിമാനത്താവളത്തിന് എന്തിനാണ് ഇത്രയേറെ ഭൂമി എന്ന ചോദ്യം സാങ്കേതികമായി നിലനിൽക്കുന്നതാണ്. കൃത്യമായ പ്ലാനോ രൂപരേഖയോ ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ ഇറങ്ങിത്തിരിച്ചത് ഭരണപരമായ പരാജയമായി വിലയിരുത്തപ്പെടുന്നു. വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതിക്കും പൊതുഖജനാവിലും വലിയ ആഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്ന സന്ദേശമാണ് കോടതി നൽകുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതാണോ അതോ സർക്കാരിന്റേതാണോ എന്ന തർക്കം ദീർഘകാലമായി തുടരുന്ന ഒന്നാണ്. ഈ നിയമ പോരാട്ടങ്ങൾക്കിടയിൽ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം വന്നതാണ് ട്രസ്റ്റിനെ കോടതിയെ സമീപിക്കാൻ പ്രേരിപ്പിച്ചത്. പുതിയ സാമൂഹികാഘാത പഠനം നടത്തുന്നതിനും സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും മാസങ്ങളോളം സമയം ഇനിയും വേണ്ടിവരും. ഇത് പദ്ധതിയെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോകും. ശബരിമല വിമാനത്താവളത്തിന്റെ പേരിൽ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന് കരുതിയ ഇടതുപക്ഷത്തിന് കോടതിയുടെ ഈ ഇടപെടൽ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണ വിവാദവും വിമാനത്താവള പദ്ധതിയിലെ നിയമപരമായ തിരിച്ചടിയും വരും തിരഞ്ഞെടുപ്പിൽ CPM-ന് പ്രതിരോധത്തിലാകേണ്ട സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്.
കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ ഇടം പിടിക്കേണ്ട ഒരു വലിയ പദ്ധതി സർക്കാർ സംവിധാനങ്ങളുടെ അശ്രദ്ധ കൊണ്ട് വഴിമുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.